ഫോർട്ട് കൊച്ചിയിലെ ഈവനിംഗ് കാഴ്ചയിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് യാത്ര തുടങ്ങിയത് തന്നെ. നമ്മളൊരു 7 മണിയോട് അടുപ്പിച്ചാണ് ഫോർട്ട് കൊച്ചിയിലെത്തിയത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വാസ്കോ ഡ ഗാമ സ്ക്വയറിലെ കാഴ്ചകളാണ്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു നമ്മൾക്ക് ചെന്ന സമയത്ത്. വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ കടൽ തീരത്തിനോട് ചേർന്ന് വരുന്നതാണ്. ഈ കാണുന്നതൊക്കെ ജങ്കാറുകളാണ്. ആ ഓപ്പോസിറ്റ് കാണുന്ന ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ LNG ടെർമിനലുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ അതിൻ്റെ തനത് ഭംഗി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പോകുന്ന ജങ്കാറുകളാണ്. പൈപ്പിൻ ഭാഗത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടിങ് സൗകര്യമാണിത് വരുന്നത്. പിന്നെ നമ്മൾ ഈ നല്ലൊരു കടൽക്കാറ്റേറ്റ് നമ്മൾ അതിൻ്റെ ഇത് നോക്കി. പിന്നെ അത് കൂടാണ്ട് വിദേശികളെയൊക്കെ കൂടുതൽ ആകർഷിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത് വരുന്നൊരു പൊട്ടറ്റോ സ്പൈറലാണ്. ഇദ്ദേഹം ഒരു നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. പൊട്ടറ്റോ സ്പൈറലുകളാക്കിയിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അത്ര ഹൈജീനിക്കൊന്നും അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അതുകൂടാണ്ട് ഈ കാണുന്നത് പേര് നമ്മളുടെ കീ ചെയിനിൽ അവർ ചെയ്തു തരും. ഇതാണ് വരുന്നത്. പിന്നെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഈവനിങ് ഷോപ്പിംഗ്. അതുകൂടാണ്ട് ഈ ആൻറ്റിക് പീസുകളൊക്കെ കൂടുതലായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് വിദേശികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ടൈലിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വിഷറികളൊക്കെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ ഈ ശംഖുകൾ, ഇതൊക്കെ വിദേശികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ ജങ്കാറിൻ്റെ ടെർമിനലാണ് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഇങ്ങനെയുള്ള ഇത് നമ്മുടെ വാട്ടർ മെട്രോ ആണ്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ആണ്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഈവനിങ് ടൈമിലൊരു കാഴ്ചകൾ എന്തൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിൽ. ഈ കാണുന്ന നെഹ്റു പാർക്കാണ്. ഈ നെഹ്റു പാർക്ക് ശരിക്കും വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ വരുന്നതാണ്. ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നെഹ്റു പാർക്ക് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ശരിക്കും ഒരു തനത് പോർച്ചുഗീസ് ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ തന്നെ അവർ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.